എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, നമ്മൾ സ്ഥിരം ജോലിയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വെച്ചിട്ട് പ്രത്യേക ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ നടത്താറില്ല. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എങ്ങനെയാ വെച്ചാൽ ചെറുതായിട്ടൊരു പായസം വെക്കും, ഒന്ന് അമ്പലത്തിൽ പോവും, ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസം അല്ലാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പം പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ അടുപ്പിൽ വെണ്ണീരൊക്കെ വരാണ് കേട്ടോ, ചുക്കള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് ഫുഡ് ആക്കാം, വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ വീട്ടിൽ പണിക്കാർ വന്നു. പണിക്കാരെന്തിനാ വെച്ചാൽ പിന്നെ ഞങ്ങൾ കാറ് കയറുന്നുണ്ടായിരുന്നില്ല, അടി തട്ട് ഒരു കുത്തനുള്ള വഴിയായതുകൊണ്ടേ. അപ്പോൾ അവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തൊന്നും പോയില്ല, വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ സാധാ പോലെ ചുക്കുവെള്ളമൊക്കെ വെച്ച് പിന്നെന്താ സന്തോഷം വെച്ചാൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് സന്തോഷം. വിനിക്കുട്ടൻ സ്കൂൾ പൂട്ടിയപ്പോൾ അവിടെ പോയി നിന്നു, അമ്മേൻ്റെ അടുത്ത് പോയി നിന്നു. ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൂട്ടി അവൻ തിരിച്ചു വന്നു കേട്ടോ. ഇന്നലെ വന്നു, കഴിഞ്ഞ ദിവസം അവൻ തിരിച്ചെത്തി. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, എൻ്റെ അടുക്കളയിലെ ക്ലോക്ക് പിന്നെ നിന്നുപോയി, കേടായി പോയിട്ടോ. അങ്ങനെ അവനൊരു സർപ്രൈസ് ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട്, വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ സ്ഥിരം പണികളൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാം. പണിക്കാരും ഉണ്ടല്ലോ, അപ്പോൾ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാം. കുറച്ച് കപ്പയും വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിയും പരിപ്പൊക്കെ പുതിർത്ത് വെക്കുകയാണേ. വെച്ചാൽ രാവിലെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ രാവിലെ ഒന്നും ഞാൻ എഴുന്നേറ്റില്ല കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂളിലൊന്നും ആർക്കും പോകണ്ടല്ലോ, നല്ല തണുപ്പും കാര്യമൊക്കെ അല്ലേ. അപ്പം വളരെ നേരത്തെ ഒന്നും എണീറ്റില്ല. അങ്ങനെ ഇഡ്ഡലീൻ്റെ സാമ്പാറിൻ്റെ പരിപാടിയാണ് കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പ് നല്ലോണം കഴുകി കുറച്ച് നേരം പുതിർന്നോട്ടെ വിചാരിച്ചിട്ട് ഞാനൊന്ന് നല്ലോണം കഴുകിയ ശേഷം അതെന്ത് ചെയ്യാണ്, പുതിർത്ത് വെക്കണം. അപ്പം ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എന്നും ഇപ്പം അമ്മ പറയലുണ്ട്, നിൻ്റെ വീഡിയോയിൽ മൊത്തം എന്നും ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക, എന്നും ഇഡ്ഡലി സാമ്പാർ തന്നെയല്ലേ ഇവിടെ ജാസ്തി ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയ്ക്കും മോഹനേട്ടനും എനിക്കും ഞാൻ കുറച്ച് പാൽവെള്ളം ഉണ്ടാക്കിയിട്ടോ. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് തണുത്തപ്പോൾ എനിക്ക് ഇത്തിരി പാൽവെള്ളം കുടിക്കണം തോന്നി. അമ്മയ്ക്കും മോഹനേട്ടനും ഞാൻ എന്ത് ചെയ്തു, ചായയും അടുപ്പത്തേക്ക് വെക്കട്ടെ. അമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാറി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള പാലും വെള്ളം മാറ്റി വെച്ചിട്ട് അവർക്ക് രണ്ടാക്കുള്ള ചായക്ക് പൊടിയൊക്കെ ഇടാൻ കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്, പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചായക്ക് രാവിലെ എനിക്ക് മധുരം ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മധുരമൊന്നും ഒരുപാട്, അമ്മ ഭയങ്കര ഭക്ഷണത്തിലൊക്കെ ഭയങ്കര നിയന്ത്രണമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു എനിക്ക് രാവിലത്തെ ചായക്ക് മധുരം വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ അമ്മ മധുരം ഇട്ട് കുടിക്കേണ്ട, മോഹനേട്ടന് കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഫുഡ്, ഹെവി ഫുഡുള്ള ദിവസമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇതാക്കിയില്ല. അപ്പോൾ അമ്മയ്ക്ക് ചായ ആറ്റിയിട്ട് ഞാൻ അവിടെ കൊടുക്കുക. അമ്മ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ സ്ഥിരം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് താഴെ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലിക്ക് മാവൊക്കെ ഒഴിച്ച് വെക്കുകയാണ്. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഞാനും ആ ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച ശേഷം അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് ഞാനും പാലും വെള്ളം കുടിച്ചു കേട്ടോ. മോനേട്ടൻ അപ്പുറത്തുനിന്ന് ചായയും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കഴിച്ച് അങ്ങനെ വെള്ളം ചായയൊക്കെ കുടിച്ച് അങ്ങനെ. അപ്പോഴേക്ക് വിൻകുട്ടൻ എണീറ്റ് വന്നു. വിൻകുട്ടന് രാവിലെ എഴുന്നേറ്റ് വന്നതേ ഒരു എന്താ പറയുക, ഒരു മുരട്ട സ്വഭാവം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്വഭാവത്തിലാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത്. എന്താണെന്നറിയില്ല, ആകെ അവനൊരു എന്തോ ഒരു വാശി പോലെയൊക്കെ, എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചു കേട്ടോ. അങ്ങനെ വിനുവിനങ്ങനെ ഞാനിങ്ങനെ ചീത്ത പറയുന്നത് ദേഷ്യം വരെ എനിക്കിങ്ങനെ ഒരു മുതു സ്വഭാവം, എന്താണെന്നറിയില്ല എന്താ പറ്റിയെന്ന്. വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ഇഡ്ഡലി കഴിച്ച ശേഷം കുറച്ച് സമാധാനമായിട്ടോ അവന്. അതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഒരു സെറ്റ് ഇഡ്ഡലിയായി. ആ ഇഡ്ഡലി ഞാൻ എന്ത് ചെയ്തു, അത് വാങ്ങി വെച്ച് പിന്നെ ഒരു സെറ്റും കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉണ്ടാക്കുന്നുള്ളൂ, എല്ലാവരും അത്രേ കഴിക്കുകയുള്ളൂ. കപ്പയും വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവരും കപ്പയായിരിക്കും കഴിക്കുക. പിന്നെ മോഹനേട്ടനൊക്കെ പ്രത്യേകിച്ചും കപ്പയെ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഇഡ്ഡലി എന്തായാലും പിന്നെ ബാക്കിയാവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സാമ്പാറിനൊക്കെയുള്ള തേങ്ങ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അധികം കാണിക്കാത്ത എന്താ വെച്ചാൽ അമ്മയ്ക്ക് എപ്പോൾ ഒരു പരാതി, എനിക്ക് എപ്പോഴും ഈ ഒരു സാമ്പാർ വെക്കുന്നതേ കാണിക്കാമല്ലോ, വേറെ എന്തൊക്കെ ഉണ്ടാക്കാനുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം എനിക്ക് കപ്പ നുറുക്കിയിട്ട് അതും കൂടെ അടുപ്പത്തേക്ക് വെക്കട്ടെ. അപ്പോൾ അയാൾക്കും കൊടുക്കാമല്ലോ. അയാൾ നേരത്തെ വന്നു കേട്ടോ, ഒരു 6:45 7 മണിയാകുമ്പോഴേക്കും അയാളും വന്നു കേട്ടോ, പണിക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അയാൾക്ക് കപ്പയും വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അവർക്ക് ഇഡ്ഡലി മാത്രമൊന്നും കഴിച്ചാൽ മതിയാവില്ല, കാരണം കനപ്പെട്ട പണിയല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെ അവിയൽ വെക്കുന്നത് വലിയ സദ്യയായിട്ടൊന്നും വെക്കുന്നില്ല, കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിയലും വെക്കാം, ഒരു ഉപ്പേരിയും സാമ്പാറും
പിന്നെ അച്ചാറുണ്ട്, പക്ഷെ അച്ചാറൊന്നും ആരും ഇവിടെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അച്ചാറൊന്നും, അതുകൊണ്ട് അച്ചാറൊന്നും എടുത്തിട്ടില്ല. അച്ചാറൊക്കെ ഉണ്ട്, കടുമാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പപ്പടം കാച്ചി, പിന്നെ സേമിയ പായസം. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതെപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെ അമ്മയ്ക്ക് എന്താ അറിയില്ല, ഇപ്രാവശ്യം വീഡിയോയിലൊക്കെ നിൽക്കാൻ ഭയങ്കര മടി, എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അമ്മ വേഗം വീഡിയോയിൽ വന്നപ്പോൾ വേഗം പുറത്തേക്ക് പോയി. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ മതി, പാലൊഴിച്ചിട്ട് വേണ്ട പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ കട്ടൻ ചായ ആദ്യം രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായ, എന്നെ പാല് തീരെ വേണ്ട, കട്ടൻ മാത്രം മതി പറഞ്ഞു. അപ്പോൾ അത് പണികാരൻ ചേട്ടന് ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ചട്നി ഭക്ഷണം കൊടുക്കാനായി പറഞ്ഞു. ഞങ്ങൾ അതിനിടയിൽ കഴിച്ചു കേട്ടോ, കഴിച്ചൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അയാൾക്കുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, കപ്പ ഉണ്ട്, ചട്നി ഉണ്ട്, പിന്നെ കട്ടൻ ചായ. ഇതാണ് കേട്ടോ കൊടുത്തത്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വേഗം അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം എന്ത് ചെയ്തു, അവിയൽ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഉണ്ട് വിനു എന്ന് എന്താ അറിയില്ല, ഞാൻ പറയാം ആകെ ഒരു പ്രശ്നക്കാരനായിരുന്നു വിനു. ഈ പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് പോവാത്തതിൻ്റെ വിഷമമാണോ എന്താണെന്നറിയില്ല, ആകെ ഒരു കുളിക്കാനും ഒക്കെയൊക്കെ ഒരു വാശിയായിരുന്നു കേട്ടോ. ഭയങ്കര വാശി പോലെ, എന്താ അറിയില്ല, അങ്ങനെ വാശിയൊന്നും കാണിക്കലില്ല. അപ്പോഴേക്ക് കഷ്ണമൊക്കെ വെന്തു കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകവും കുറച്ച് പച്ചമുളകും തൈരൊക്കെ കൂടി ഒന്ന് ചതച്ചിട്ട് അവിയലിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്ക് അവിയലും അവിടെ നിന്ന് റെഡി. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി കരുവേപ്പിലയൊക്കെ ഇട്ടപ്പോൾ അവിയൽ സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ വെച്ചു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് മോനേട്ടന് 11:30 ആയപ്പോൾ മോനേട്ടന് ചായ ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അര ഗ്ലാസ് എനിക്കും തന്നേന്ന്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കുള്ള ചായ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് അമ്മയ്ക്കും കൊടുത്തു, മോഹനേട്ടനും കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താണ് ഉപ്പേരി വെക്കുകയാണ്, പയറുപ്പേരി. അമ്മ പയറൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിച്ചു വാരലും തുടയ്ക്കലും ഒന്നും എൻ്റെ പണിയല്ല കേട്ടോ, ഒക്കെ അമ്മ ചെയ്തു തന്നു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട പറഞ്ഞു. അമ്മ പറയും ഞാൻ എന്താ വിരുന്നുകാരിയാണോ പറയും. അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് അടിച്ചു വാരി തന്നു, തുടച്ചും തന്നു, പയറൊക്കെ നുറുക്കി തരും, അങ്ങനത്തെ പരിപാടികളൊക്കെ അമ്മ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. എന്താ അറിയില്ല ഇപ്രാവശ്യം തീരെ, മറ്റേ പൊതുവേ വീഡിയോയിലൊക്കെ വരാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. ഇന്ന് എന്താ അറിയില്ല തീരെ വരുന്നില്ല വീഡിയോയിൽ കേട്ടോ. വീഡിയോയിൽ വരുമ്പോൾ തന്നെ അമ്മ ഓടിക്കളയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പേരിക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് അതൊക്കെ അടച്ചു വെച്ചു കേട്ടോ. അതുമായി പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതിന് ശേഷം കേട്ടോ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അതുവരെ എനിക്ക് നിൽക്കാൻ സമയമില്ലാത്ത പോലെയായിരുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചീകി കെട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പായസത്തിൻ്റെ നോക്കുകയാണ് കേട്ടോ. പാൽപ്പായസമാണ്. അപ്പോൾ ഞാൻ ആദ്യം പാലാണ് അടുപ്പത്ത് വെച്ചത്, പിന്നെ മിക്സാണ് കേട്ടോ വാങ്ങിയത്, നമ്മൾ ഇൻസ്റ്റൻറ്റ് അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. വേഗമാവുമല്ലോ, അത്രേ കഴിക്കുള്ളൂ എല്ലാവരും. പിന്നെ അപ്പോഴേക്ക് പണിക്കാരൻ ചേട്ടൻ പോയിട്ടോ, അത്രേ പണി ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് പായസമൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ആൾ പോയി, ഞാൻ അറിഞ്ഞേയില്ല. പായസം കൊണ്ടുപോകുമ്പോഴേക്ക് ആൾ പോയി. ഞാൻ ആ മുന്നിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയുമില്ല, ഞാൻ നോക്കിയതുമില്ല കേട്ടോ. അങ്ങനെ പായസം ഉണ്ടാക്കുകയാണ്. പായസമൊക്കെ ഇട്ടു, അതിൽ ഇൻസ്റ്റൻറ്റ് സേമിയ പായസം ആയതുകൊണ്ട് തന്നെ വേഗമായിട്ടോ. അതൊക്കെ ആക്കി പിന്നെ ഊണ് കഴിക്കാതിരിക്കുക കേട്ടോ. ഊണ് കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ലേ, ആർക്കും ഇഷ്ടമല്ല എടുക്കുന്നതൊന്നും. പിന്നെ എന്താ ചെയ്യാൻ, അപ്പോൾ അവിയൽ, ചോറ്, അവിയൽ, പിന്നെ ഒരു പയറുപ്പേരി, പിന്നെ കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. പിന്നെ അച്ചാറൊന്നും ആർക്കും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെയായി, അതെല്ലാം റെഡിയായി കേട്ടോ. അത് കഴിഞ്ഞ് പായസമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ കേക്ക് കട്ടിംഗ് ഒന്നും ഞങ്ങൾ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറികളിലൊന്നും ഞങ്ങൾ തീരെ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഈ കേക്ക് കട്ടിംഗ് ഒന്നും ഞങ്ങൾക്കട്ട് താല്പര്യമില്ല. ഇപ്പോൾ വീൻകുട്ടൻ അറിവ് വെച്ച ശേഷം കേക്ക് കട്ടിംഗ് ഒക്കെ പിന്നെ ഞങ്ങൾ വിചാരിക്കും അവൻ്റെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം മോനേട്ടൻ പോയി ഒരു കേക്കൊക്കെ വാങ്ങി വന്നു. ഞാൻ പറഞ്ഞു കുഞ്ഞി കേക്ക് മതി, ആരും കഴിക്കില്ല, അമ്മയൊന്നും തീരെ കഴിക്കില്ല, എഗ്ഗ് ചേർക്കുന്നതുകൊണ്ട് അമ്മ തൊടില്ല അതൊന്നും. അപ്പം മോനാണ് കാര്യമായിട്ട് കഴിക്കുക, ഞങ്ങളാരും അത്ര കഴിക്കില്ല. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇത് എഗ്ലെസ് കേക്കാണ് കേട്ടോ. എന്നാലും അമ്മ കഴിച്ചില്ല, അമ്മയ്ക്കൊരു സംശയമാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞാഘോഷം ഇവിടെ അവസാനിക്കല്ല, ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.